നമസ്തേ, ഞാൻ വിനു മുരളീധരൻ. പ്രവാസികൾ പറയട്ടെ പവേഡ് ബൈ യുണൈറ്റഡ് മറൈൻ സർവീസസ് LLC തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലസ്ഥാന നഗരിയിലെ രാജ്യാന്തര വിമാനത്താവളം അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും വിമാനത്താവളത്തിൻ്റെ വികസനത്തിനുമാണ് പ്രധാന പരിഗണനയെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കൂടുതൽ സർവീസുകൾക്കായി ചർച്ചകൾ തുടരുകയാണെന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചു. രാജ്യത്തെ 5ാമത്തെ രാജ്യാന്തര വിമാനത്താവളം 50 വർഷത്തേക്കാണ് അദാനി ഗ്രൂപ്പിൻ്റെ കൈകളിൽ എത്തിയത്. എയർപോർട്ട് ഡയറക്ടർ CV രവീന്ദ്രനിൽ നിന്നും അദാനി ഗ്രൂപ്പ് ചീഫ് എയർപോർട്ട് ഓഫീസർ G മധുസൂദന റാവു ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ, വികസനം എന്നിവയ്ക്ക് പ്രധാന പരിഗണനയെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുകയാണ്. കൂടുതൽ സർവീസുകൾക്കായി വിമാന കമ്പനികളുമായി ചർച്ചകളും പുരോഗമിക്കുന്നു. പാർക്കിംഗ് ഫീ നിരക്ക് കുറച്ചു. കൂടാതെ യാത്രക്കാർക്ക് ഗുണകരമാകുന്ന ചർച്ചകൾ പലതും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ച നടപടികൾ പൂർത്തിയാകും മുൻപാണ് ഈ കൈമാറ്റം നടന്നത്. റൺവേ അടക്കം വിമാനത്താവള വികസനം, കൂടുതൽ സർവീസ് നിരക്കുകളിലെ കുറവ് എന്നിവയാണ് വരും വർഷങ്ങളിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. 3 വർഷത്തേക്ക് എയർപോർട്ട് അതോറിറ്റി ജീവനക്കാർ അദാനി ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കും. പാർക്കിംഗ് പിഴ ഈടാക്കി കരിപ്പൂർ, പാർക്കിംഗ് ഫീസ് ഇളവുകൾ വർദ്ധിപ്പിച്ച് തിരുവനന്തപുരം. എയർപോർട്ട് ഭരണം സ്വകാര്യവൽക്കരിച്ചത് ഗുണകരമോ എന്ന വിഷയത്തിൽ സൗദിയിൽ നിന്നുള്ള അതിഥികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ലോക കേരള സഭാംഗങ്ങളായ ആൽബിൻ ജോസഫ്, മുബാറക് സാനി, OICC പ്രതിനിധി KTA മുനീർ, മാധ്യമപ്രവർത്തകൻ ഷക്കീബ് കൊളക്കാടൻ എന്നിവരാണ് അതിഥികൾ. എല്ലാവർക്കും സ്വാഗതം. ഒപ്പം പ്രേക്ഷകർക്കും. ആദ്യം തന്നെ മാധ്യമപ്രവർത്തകൻ ഷക്കീബ് കൊളക്കാടിനോടാണ് ചോദ്യം. ശ്രീ ഷക്കീബ്, ഈ വിമാനത്താവളം അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അദ്ദേഹത്തിലേക്ക് വരാം. നമുക്ക് OICC പ്രതിനിധി KTA മുനീറുണ്ട്. ശ്രീ KTA മുനീർ, എങ്ങനെ നോക്കിക്കാണുന്നതിനെ? ഈ ഒരു എയർപോർട്ട് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മിശ്രമായ ഒരു പ്രതികരണങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പം പായസം രുചിച്ചു നോക്കിയാൽ മാത്രമേ മധുരം അറിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയങ്കരനായ തിരുവനന്തപുരത്തിന്റെ MP ശ്രീ ശശി തരൂർ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കടമെടുത്ത് പറയുകയാണ്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ എത്രമാത്രം അതിന്റെ ഒരു പ്രാക്ടിക്കൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് പറയാൻ കൂടുതൽ അറിയുക. എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ ഒരു പുരാതനമായ ഒരു എയർപോർട്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന തന്ത്രപ്രധാനമായ നമ്മുടെ വിദേശ രാജ്യമായ ശ്രീലങ്കയുമായൊക്കെ തന്നെ അരമണിക്കൂർ വ്യത്യാസത്തിൽ, അതേപോലെ മാലിദ്വീപുമായി ഒക്കെ വളരെ കുറഞ്ഞ വ്യത്യാസത്തിൽ നിൽക്കുന്ന ഈ വിമാനത്താവളം, അതിർത്തി വിമാനത്താവളം, അദാനിയെ പോലുള്ള ഒരു കമ്പനി പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ, അതല്ലെങ്കിൽ വ്യത്യസ്തമായ സംഭവങ്ങൾ, പല രീതിയിലുള്ള ശുഭകരമല്ലാത്ത കഥകൾ എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് അറിയില്ല. എന്നിരുന്നാൽ പോലും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും അതേപോലെ തന്നെ പ്രത്യേകിച്ചും മയക്കുമരുന്നുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വാർത്തകൾ ഈ ഏറ്റെടുക്കൽ കമ്പനിയുടെ വക്താക്കളുമായൊക്കെ തന്നെ തെളിവുകൾ ഇല്ലാതിരുന്നെങ്കിൽ പോലും വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത, ഒരു രാജ്യത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഒരു ഗേറ്റ് വേ ആയി കണക്കാക്കുക എന്ന് പറയുന്നത് അവിടേക്കുള്ള അന്താരാഷ്ട്ര വിമാനത്താവളവും അതേപോലെ തന്നെ സീപോർട്ടുമാണ്. ആ ഒരർത്ഥത്തിൽ അവിടുത്തെ സീപോർട്ടും എയർപോർട്ടും ഇപ്പോൾ അദാനിയുടെ കൈവശമായി മാറിയിരിക്കുകയാണ്.
50 വർഷത്തേക്കുള്ള ഒരു കരാറാണ് ഇവിടെ അദാനിയുമായി ഇന്ത്യ ഗവൺമെന്റ് രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 15-ാം തീയതി ഔദ്യോഗികമായി തന്നെ തിരുവനന്തപുരം എയർപോർട്ട് അദാനി ട്രിവാൻഡ്രം എയർപോർട്ട് ലിമിറ്റഡ് ATL എന്ന ഒരു കമ്പനി ഏറ്റെടുത്തതായും അവർക്ക് ഒരു പാസഞ്ചർ അതിലൂടെ കടന്നു പോകുമ്പോൾ 166 രൂപ എന്ന നിരക്കിൽ വിമാനത്താവള അതോറിറ്റിക്ക്, എയർപോർട്ട് അതോറിറ്റിക്ക് ഫീസ് നൽകിക്കൊണ്ടാണ് ഈ വിമാനത്താവളത്തിന്റെ മുഴുവൻ വികസനവും മറ്റുള്ള കാര്യങ്ങളും അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. സ്വാഭാവികമായും ഒരു പ്രദേശത്തിന്റെ വികസനത്തിനും അവിടുത്തെ പ്രവാസി സമൂഹത്തിനുമൊക്കെ ഗുണകരമാകുന്ന ചില നടപടികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും അദാനിയെ പോലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയിൽ ഈ വിമാനത്താവളം നടത്തുമ്പോൾ തിരുവനന്തപുരത്ത് മറ്റു ഫോറിൻ വിമാന കമ്പനികൾ, വിദേശ വിമാന കമ്പനികൾക്ക് അനുകൂലമായി സർവീസ് നടത്തുവാനും അവിടെ മത്സര ബുദ്ധിയോടുകൂടി ഓപ്പറേഷൻ നടത്തുമ്പോൾ അത് പ്രവാസി സമൂഹത്തിന് ഒരു പ്രത്യേകിച്ച് ടിക്കറ്റ് നിരക്കിൽ ഇളവൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ഒരു വശം ഞാൻ അതിനെ മറച്ചു കാണുന്നില്ല. അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും അതേപോലെ തന്നെയുള്ള മറ്റുള്ള കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു കണ്ണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഇപ്പോഴും അവരുടെ നിലപാട് കൃത്യമായി ഇതിനെതിരാണ് എന്ന് പറയുമ്പോഴും, പ്രത്യക്ഷത്തിൽ അങ്ങനെ പറയുമ്പോഴും പരോക്ഷമായി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതിനൊരു ഉദാഹരണമാണ് ഈ വിമാനത്താവളവുമായി ടെൻഡറിങ്ങിന്റെ സമയത്ത് അദാനിയുമായി കരാറിലേർപ്പെട്ട ഒരു കമ്പനിയെയാണ് ഇതിന്റെ കൺസൾട്ടൻസിയായി ഈ KSIDC അല്ലെങ്കിൽ ഈ കേരള ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി എന്ന നിലക്ക് കേരള ഗവൺമെന്റ് ഇതിൽ ഒരു ടെൻഡറിങ്ങിന് പോയപ്പോൾ കേരള ഗവൺമെന്റിന് വേണ്ടി ടെൻഡർ റിക്വസ്റ്റ് ഉണ്ടാക്കിയത്, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട ടെൻഡർ രേഖകൾ ശരിപ്പെടുത്തിയ കമ്പനിയും അദാനിയുടെ കമ്പനിയും അതിന്റെ ഒന്നാണ് എന്നുള്ള, ബോംബെയിലുള്ള ഒരു കമ്പനി ഒന്നായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇതിനെതിർക്കുകയും എന്നാൽ പരോക്ഷമായി അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സമീപനമാണ് ഇന്നത്തെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തൊക്കെ തന്നെയായാലും നാം മനസ്സിലാക്കേണ്ടത് ഇത് ഏറ്റവും നല്ല കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട എയർപോർട്ട്, ആ എയർപോർട്ട് അദാനിക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സ്വകാര്യവൽക്കരണത്തിന് നവരത്ന കമ്പനികളടക്കമുള്ള മുഴുവൻ കമ്പനികളെ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ്, ഇപ്പോഴുള്ള ഗവൺമെന്റും BJPയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ വിറ്റ് കാശാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച എന്ന നിലക്കാണ് എയർപോർട്ടും അതേപോലെ തന്നെ സീപോർട്ടും മറ്റുള്ള ഇത്തരത്തിൽ റെയിൽവേയും ഒക്കെ തന്നെ പൊതുമേഖലാ സംരംഭങ്ങളെ ഒക്കെ തന്നെ നാമാവശേഷമാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത്. അതിൽ അവസാനിക്കാത്ത ഒരു കണ്ണിയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഈ ഒരു പ്രശ്നത്തിന്റെ ഈ ഒരു വിഷയത്തിൽ പ്രവാസി സമൂഹത്തിന് അനുകൂലമാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ നാടിന്റെ വികസനത്തിന് അനുകൂലമാകുന്ന വിധത്തിൽ നമ്മുടെ കണ്ണും കാതും ഭരണകൂടം എല്ലാ തലത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വികസനത്തെ, ഈ ഒരു കൈമാറ്റത്തെ ശരിയാവണ്ണം കൊണ്ടുപോയി അത് എല്ലാവർക്കും ഗുണകരമാക്കുവാനുള്ള ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടത്. തീർച്ചയായും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരം വികസനത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റതിഥികൾ കാത്തിരിപ്പുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. സൗദിയിൽ നിന്നുള്ള അതിഥികളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ലോക കേരള സഭ അംഗങ്ങളായ ആൽബിൻ ജോസഫും മുബാറക്കും സാനിയും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം ആൽബിൻ ജോസഫിനോട്. ആൽബിൻ ജോസഫ്, ഇവിടെ ഈ പല അതിഥികളും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ വിമാനത്താവളം കൈമാറുന്നത് സംബന്ധിച്ച് പ്രധാനമായും ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കണം പ്രധാന
ചർച്ച എന്നതാണ് പറയുന്നത്. എന്നിരുന്നാലും ഇതിനെ മോശമാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ എന്റെ സ്നേഹിതൻ ശ്രീ മുനീർ ഇവിടെ പങ്കുവച്ച ആശങ്കകൾക്ക് ചിലതിനൊക്കെ ചില അടിസ്ഥാനമുണ്ട്. ഞാനത് പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാർ 2019 തുടക്കത്തിൽ എടുത്ത ഒരു പോളിസി ഡെസിഷൻ ആയിരുന്നു, ബോർഡ് ഓഫ് എയർപോർട്ട് അതോറിറ്റി എടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു 13 എയർപോർട്ടുകൾ, അതായത് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ നീതി ആയോഗ് രൂപകൽപ്പന ചെയ്ത ആ ഒരു പദ്ധതിയുടെ അണ്ടറിൽ 13 എയർപോർട്ടുകൾ സ്വകാര്യവൽക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഫസ്റ്റ് ഫേസ് എന്നോണമാണ് ഈ 5 എയർപോർട്ടുകൾ വന്നത്. അപ്പൊ ഈ 5 എയർപോർട്ടുകൾ ഒരു പബ്ലിക് ബിഡിങ്ങിലേക്കാണ് സർക്കാർ വിട്ടത്. അപ്പൊ ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ഈ 5 എയർപോർട്ടുകളുടെ പബ്ലിക് ബിഡിങ്ങിന്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഈ 5ലും അദാനി ഗ്രൂപ്പ് കോട്ട് ചെയ്തത് ബാക്കിയുള്ള ബിഡേഴ്സിനേക്കാൾ എല്ലാരെക്കാളും ഇരട്ടിയാണ്. ഈ 5 എയർപോർട്ട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, ജയ്പൂർ, അഹമ്മദാബാദ്, ലക്നൗ, ഗുവാഹട്ടി, ഈ എല്ലായിടത്തും സംഭവിച്ചേക്കുന്ന ഇതാണ്, അവരുടെ ബിഡിംഗ് റേറ്റ് മറ്റുള്ളവരെക്കാളും ഏകദേശം 100% വരെ മുകളിലായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ, അതായത് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നേരത്തെ ഇവിടെ ശ്രീ മുനീർ സൂചിപ്പിച്ച പോലെ അത് 166 168 പെർ പാസഞ്ചർ, അതായത് പെർ പാസഞ്ചർ ഫീ മോഡലിലാണ് ഈ ബിഡിങ്ങുകൾ നടക്കുന്നത്. 168 നമ്മളുടെ സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കോട്ട് ചെയ്തത് 135 അപ്പൊ ഇവിടെ വന്നേക്കുന്ന വ്യത്യാസം ഇത്രത്തോളം വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മുടെ സർക്കാർ, കേരള സർക്കാർ, നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പോളിസി ഡിസിഷൻ എടുത്തപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് ബോധിപ്പിച്ചിരുന്നു, ഈ എയർപോർട്ട് സ്വകാര്യവൽക്കരിക്കരുത്, ഞങ്ങൾ നടത്താം, ഞങ്ങൾക്കത് നടത്താനുള്ള കഴിവുണ്ട്, അതിനുള്ള പ്രാപ്തിയുണ്ട്. പ്രത്യേകിച്ചും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഒരു PPP മോഡലിൽ നടത്തി വിജയിച്ച ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴത്തേക്ക്, അപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന മറുപടി എന്ന് പറയുന്നത്, അത് അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ ഒരു കമ്പനിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് കൺസോർഷ്യോ ആയിട്ടോ ഒരു ബിഡിങ്ങിൽ ജോയിൻ ചെയ്യുക. കേന്ദ്ര സർക്കാർ ഒരു ഇളവൂടെ കൊടുത്തു, അത് സംസ്ഥാന സർക്കാരിന് മാത്രം കൊടുത്തൊരു ഇളവായിരുന്നു. അതിൽ റൈറ്റ് ഓഫ് ഫസ്റ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന ആളിന്റെ ആ ഒരു ഫീ റേറ്റും നിങ്ങളുടേതുമായിട്ട് 10% വ്യത്യാസമുള്ളെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന്. നിർഭാഗ്യവശാൽ നമ്മുടേത് 135 അവർ കോട്ട് ചെയ്തത് 168 ആയപ്പോഴത്തേക്ക് അത് 19.6% മാറി. അപ്പൊ നമ്മൾക്ക് ആ ഒരു എലിജിബിലിറ്റി ഇല്ലാതെ എന്നാണ് നമ്മൾ വസ്തുതകൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇത് കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നവരെ ഇത് അദാനി ഗ്രൂപ്പ് റൺ ചെയ്യുമെന്നുള്ളതാണ്. ഇനി അതിന്റെ ബെനിഫിറ്റ്സ്, ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ റൺ ചെയ്തിട്ടുള്ള എയർപോർട്ടുകളെല്ലാം ആ എയർപോർട്ടിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ളതാണ് ഒരു വസ്തുത. ഉദാഹരണത്തിന് തിരുവനന്തപുരം എയർപോർട്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 165.302 കോടിയായിരുന്നു 2017-18 ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ്. അത് 18-19 179.63 അടുത്ത വർഷത്തിൽ 123.630 കോടിയും രൂപ ഉണ്ടാക്കി. കോവിഡ് ഏറ്റവും ആഘാതം ഉണ്ടാക്കിയ 20-21 സാമ്പത്തിക വർഷത്തിൽ പോലും 16.01 കോടി ലാഭം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പൊ നേരത്തെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എയർപോർട്ടിന്റെ ഫെസിലിറ്റികൾ വളരെ പരിമിതമാണ്. ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ്സ് വളരെ പരിമിതമാണ്. ഇവിടുത്തെ ഫെയർസ് വളരെ കൂടുതലാണ്. ഇതെല്ലാം നിലനിൽക്കവെയാണ് ഇത്തരത്തിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്. ഇവിടെയാണ് നമുക്ക് ഈ എയർപോർട്ട് പ്രൈവറ്റൈസേഷനിലൂടെ കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്ത് കുറെ കൂടെ ഒരു ബിസിനസ് ജനറേഷനിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇവിടെ കേരള സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു. കേരള സർക്കാരിന് ആ ഒരു ബിഡ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അദാനി ഗ്രൂപ്പിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഈ എയർപോർട്ട് 50 വർഷത്തേക്ക് മാനേജ് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക, അതുപോലെ ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോംബെ ഇന്റർനാഷണൽ എയർപോർട്ടും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടും ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടും പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ഫസ്റ്റ് കമ്പനി ലോകോത്തരമായ, അതായത് വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ആണ് ഈ 3 എയർപോർട്ടുകളിൽ നിലവിലുള്ളത്. അത്തരത്തിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. അത് മാറ്റുന്നിടത്തോടു കൂടി എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം എയർപോർട്ട് ആ ഫെസിലിറ്റികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഡെവലപ്പ് ചെയ്യുന്നത്, അത് എന്ത് ടൈം ഫ്രെയിമിലുള്ളതായിരിക്കും ഡെവലപ്മെന്റ് നടക്കണമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഡെവലപ്പ് ചെയ്തിട്ട് കൂടുതൽ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ്, എയർലൈൻസുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫെയറുകൾ കുറഞ്ഞാൽ ഇതൊരു കോമ്പറ്റീറ്റീവ് എയർപോർട്ടായിട്ട് മാറും. നമ്മൾക്ക് മറ്റുള്ള എയർപോർട്ടുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിറ്റ് ഹബ്ബായിട്ട് മാറ്റാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള കൊളംബോ, ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോ, അതൊരു വേൾഡ് ക്ലാസ് ട്രാൻസിറ്റ് ഹബ്ബാണ്. ഫാർ ഈസ്റ്റ്, സിംഗപ്പൂർ, മലേഷ്യ, മറ്റുള്ള അത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ് കണക്ടിവിറ്റി. നമ്മൾക്കും
എന്തുകൊണ്ടായിക്കൂടാ? മാലി, കൊളംബോ, സിംഗപ്പൂർ, മലേഷ്യ ഇതെല്ലാം കണക്ട്, അങ്ങനെ പൊട്ടൻഷ്യൽ ഒരുപാടാണ്. അപ്പൊ അതിനെ ഈ പ്രൈവറ്റൈസേഷനെ നമ്മൾ തത്വത്തിൽ അംഗീകരിച്ചും കൊണ്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോടതിയുടെ ഉത്തരവ് വരുന്നവരെ, ഇത് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി റിജക്ട് ചെയ്തതാണ്, സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി തിരിച്ച് ഹൈക്കോടതിയുടെ റിവ്യൂവിന് വീണ്ടും വിട്ടിരിക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ചും ആ റൈറ്റ് ഓഫ് ഫസ്റ്റ് റിജക്ഷന്റെ ക്ലോസ് നള്ളിഫൈ ചെയ്ത സ്ഥിതിക്ക് ഇതിന്റെ ഔട്ട്കം എന്തുവാന്നുള്ളതിനകത്ത് നമുക്കെല്ലാം ആശങ്കയുണ്ട്. അതൊരു തിരിച്ച് ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു വിധി അല്ലെങ്കിൽ അതിന്റെ റിവ്യൂ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാനേ പറ്റത്തുള്ളൂ. അതുവരെ താൽക്കാലികം നമുക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് കേരള സർക്കാരിന് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ നേരത്തെ ഇവിടെ എന്റെ സ്നേഹിതൻ ശ്രീ മുനീർ പ്രകടിപ്പിച്ച ആശങ്കകൾ, അതായത് നമ്മളൊരു തീരദേശവും മറ്റുള്ള കള്ളക്കടത്തും കാര്യങ്ങളും എല്ലാം, അത് ഒരു പരിധിവരെ അസ്ഥാനത്താണ്. കാരണം ഈ പ്രൈവറ്റൈസ് ചെയ്യുന്ന എയർപോർട്ടുകൾ എല്ലാത്തിന്റെയും സെക്യൂരിറ്റി അതാത് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. കസ്റ്റംസ്, ഇമിഗ്രേഷൻ ഇതെല്ലാം തന്നെ സ്റ്റേറ്റസ് കോയിൽ റിമെയിൻ ചെയ്യും. കൂടാതെ എയർപോർട്ട് സെക്യൂരിറ്റി അതാത് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് നടത്തുന്നത്. അപ്പൊ അതിന് നമുക്കൊരു ബേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നതാണ്, പക്ഷെ അത്തരത്തിലൊരു ബേസ് ഇല്ല. എന്റെ ഒരു അഭിപ്രായം, ആ പ്രൈവറ്റൈസേഷൻ തുടങ്ങി വെച്ച പ്രക്രിയ മുന്നോട്ട് പോട്ടെ. അതിലെവിടെല്ലാം സംസ്ഥാന സർക്കാരിന് വരാൻ സാധ്യതയുണ്ട് അവിടെ വരാമായിരുന്നു. നമുക്കിപ്പോ ഇനിയും വരട്ടെ എന്നാണ് എന്റെ ഒരു പ്രത്യാശ. പക്ഷെ അതിനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് കോടതിയുടെ റിവ്യൂവിനെ ആശ്രയിച്ചിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്താണ് അതിന്റെ ഒരു ഔട്ട്കം എന്ന് നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതുവരെ നിലവിലത്തെ സാഹചര്യത്തില് ഇപ്പൊ തുടങ്ങി വെച്ചേക്കുന്ന ആ ഒരു മോഡേണൈസേഷൻ പ്രോസസ്സിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അത് തിരുവനന്തപുരത്തിന്റെ അല്ല, മൊത്തത്തിൽ കേരളത്തിന്റെ തന്നെ ഒരു മൊത്തത്തിലുള്ള വികസനത്തിനും നമ്മുടെ ടൂറിസത്തിന് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും നമ്മുടെ IT, തിരുവനന്തപുരത്താണല്ലോ ഏറ്റവും വലിയ IT പാർക്കുള്ള, ITക്ക് കുറച്ചുകൂടി ഒരു ബൂസ്റ്റ് കിട്ടുന്നതിന് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഈ ഒരു എയർപോർട്ട് ഡെവലപ്മെന്റ് പ്രവർത്തിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഒരു സമഗ്ര വികസനത്തിന് ഒരു പുതിയൊരു മുഖം ഉണ്ടാവുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, വളരെ നന്ദി. മുബാറക് സാനി ഉണ്ട്, ലോക കേരള സഭാംഗം. ശ്രീ മുബാറക് സാനി, ഇവിടെ വിമാനത്താവളം ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പ് ജനപ്രിയ പരിഷ്കാരങ്ങളും ചെലവ് കുറഞ്ഞ സർവീസുകളുമായി മുന്നോട്ട് പോവുകയാണ്. വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രി ടിക്കറ്റ് എടുത്തു കളഞ്ഞും 85 രൂപയായിരുന്ന പാർക്കിംഗ് ഫീസ് 30 രൂപയാക്കി കുറച്ചുമാണ് ഈ അദാനിയുടെ മാറ്റം വരുത്തൽ. കുറഞ്ഞ ചെലവിൽ ഗൾഫിലേക്ക് പറക്കാനായി എയർ അറേബ്യ സർവീസ് ആരംഭിച്ചത് പ്രവാസികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഗൾഫിലേക്ക് കൂടുതൽ സർവീസുകളും മറ്റിടങ്ങളിലേക്ക് കൂടുതൽ കണക്ഷൻ സർവീസുകളും തുടങ്ങാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഫലത്തിൽ ഇത് വളരെ ഗുണകരമായല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ പ്രകടിപ്പിച്ച ഒരു ആഗ്രഹ പ്രകടനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ മുമ്പിലുള്ള ഒരു അനുഭവങ്ങള് ഇതിനെയൊക്കെ വളരെ സംശയത്തോടെ വീക്ഷിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോക്കൂ, നമ്മൾ മൊബൈൽ ഫോണിന്റെ രംഗത്ത് ഇപ്പൊ ജിയോ രംഗത്ത് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ എന്തൊക്കെ ഓഫറുകളാണ്, നിങ്ങൾ വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോണും തരും, നിങ്ങൾക്ക് കണക്ഷനും തരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആദ്യഘട്ടത്തിൽ വളരെയധികം ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ ഇപ്പോഴത്തെ സ്ഥിതി? ഇപ്പൊ BSNLന്റെ താഴത്തേക്ക് പോയി. ഇനിയിപ്പോ എല്ലാവരും അതിന്റെ ചാർജുകളൊക്കെ കൂട്ടാൻ പോകുന്നു. മൊത്തം കുറച്ചു കാലം കഴിഞ്ഞതോടുകൂടി തന്നെ ആ സ്ഥിതിയിൽ നിന്നൊക്കെ വ്യത്യാസം വന്നതായിട്ട് നമുക്കറിയാം. ഇപ്പോൾ പെട്രോളിന്റെ സ്ഥിതി നമുക്കറിയാം. സ്വകാര്യവൽക്കരിച്ചാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോൾ അന്നേരം ആ കുറവിന്റെ എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും പെട്രോളിന്റെ ബേസിക് പ്രൈസ് കണക്ക് കൂട്ടുന്ന സ്ഥലത്ത് പോലും ഇന്ത്യയിൽ ലഭ്യമായ പെട്രോളിന് പോലും അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില ഇട്ടുകൊണ്ട് നമ്മുടെ തന്നെ സമ്പത്ത് നമ്മൾ കൂടിയ വില കൊടുത്ത് അതിനുള്ള ബേസ് പ്രൈസ് കൂട്ടി അതിന്റെ കൂടെ ടാക്സും കൂടി ചേർത്തുകൊണ്ട് ഇരട്ട കൊള്ളയ്ക്ക് വിധേയമാകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും സ്വകാര്യ മേഖലയുടെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല. അത് ഇന്ന് വരെ അതിന് മറ്റേത് തരത്തിൽ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും നമ്മുടെ അനുഭവത്തിൽ അത് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എയർപോർട്ടിനകത്ത് ഒരു പ്രവാസി അവിടെ യാത്രക്ക് വേണ്ടി പോകുമ്പോൾ അവിടുത്തെ എന്തൊക്കെ സാധനങ്ങൾ, ഇപ്പൊ അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം എന്നുള്ളത് അതിന്റെ വളരെ വളരെ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ്. വാസ്തവത്തിൽ എയർ ടിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എയർ ടിക്കറ്റിനെ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റ് തരത്തിലുള്ള ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുകളും അതേപോലെ തന്നെ ആ തരത്തിലുള്ള കമ്പനികളാണ്. അവരെ ഈ ഒരു എയർപോർട്ട് നടത്തുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
മറിച്ച് അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ആ ലാൻഡിന്റെ ചാർജിങ്ങും അതേപോലെ തന്നെ അവിടെ എത്ര സമയം ഉപയോഗിക്കുന്നോ അതിനനുസരിച്ചുള്ള വിമാനത്തിന്റെ പാർക്കിംഗ് ചാർജിനകത്തൊക്കെ മാത്രമേ ചെറിയ ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടി കഴിയൂ. പക്ഷെ അതൊന്നും തന്നെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന ടിക്കറ്റ് ചാർജിനകത്ത് വലിയ വ്യത്യാസം വരുത്തും എന്നുള്ളത് തെറ്റായ ഒരു ധാരണയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതൊക്കെ വളരെ മാർജിനലായിട്ടുള്ള ഡിഫറൻസ് മാത്രമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നാളെ എന്തായാലും ഈ തരത്തിലുള്ള കുത്തക അധികാരം ഇതിന്റെ മുകളിൽ കിട്ടുമ്പോൾ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി മൊത്തം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുക. അങ്ങനെ നടന്നുകൊണ്ട് തന്നെയാണ് അവർ ഷെയർ മാർക്കറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനി കൊടുക്കുന്ന ലാഭത്തിന്റെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അവരൊന്നും തന്നെ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വളരെ ജനങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ബിസിനസ്സും അല്ല നടത്തുന്നത്. ഇത് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ്. പിന്നെ മുനീർ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാട്ടിന്റെ ഈ അതിർത്തിയിലേക്ക് ഇവിടെ കടന്നു വരുന്ന മറ്റു പല തരത്തിലുള്ള ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന, ജനങ്ങളെ സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്ന, ക്രമസമാധാനത്തെ ബാധിക്കുന്ന, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ തന്നെ വിട്ടുവീഴ്ച നടത്താനും അതിനാവശ്യമായ നീക്കുപോക്കുകൾ നടത്താനുള്ള ഒരു സ്വാധീനവും ബന്ധമൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം പ്രൈവറ്റ് കോർപ്പറേറ്റ് ഏജൻസിക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നമ്മുടെ അൽവിൻ ജോസഫ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പോലീസുകാരും നമ്മുടെ കസ്റ്റംസും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ആൾറെഡി ഉള്ള സമയത്ത് കസ്റ്റംസുകാർ എങ്ങനെയാണ് അവിടെ 20 പ്രാവശ്യം സ്വർണം വന്നപ്പോൾ നോക്കിയെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇരിക്കുന്ന ആളുകൾ അദാനിയെ പോലെയുള്ള ഒരു കോർപ്പറേറ്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ എത്രമാത്രം കൃത്യമായിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ആഗ്രഹ ചിന്ത നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് അതിനെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവും. അത് ഇന്ത്യയുടെ സുരക്ഷിതത്തെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് പോകാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ കാര്യങ്ങൾ പൊട്ടി പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. അതുകൊണ്ട് മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിലെ മലയാളികളുടെ ഒട്ടേറെ ഭൂമി ചെറിയ വില കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി വിമാനത്താവളമല്ലേ, നമ്മുടെ നാട്ടിലെ വികസനമല്ലേ, പൊതുസ്വത്തല്ലേ എന്നുള്ള തരത്തിൽ ജനങ്ങൾ നൽകിയ ആ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് ആ ഭൂമി 350 ഏക്കറോളം ഉള്ള സ്ഥലം ചുളുവിലക്ക് കൊടുക്കുക. ഇതുപോലുള്ള എല്ലാ പ്രൈവറ്റ് ഇതൊന്നും നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളൊന്നും അല്ല, ലാഭത്തിലായിട്ടുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ് വിൽക്കുന്നത്. അതിനകത്ത് വിൽക്കാൻ തീരുമാനിച്ച പല എയർപോർട്ടുകളും, കുറച്ചെണ്ണം ചെറിയ എയർപോർട്ടുകൾ കുറച്ച് നഷ്ടത്തിലാണ്, ബാക്കി എല്ലാ എയർപോർട്ടുകളും ലാഭത്തിലോടുന്ന എയർപോർട്ടുകളാണ്. ആസ്തി കണക്കൂട്ടുകയാണെങ്കിൽ ചെറിയ എയർപോർട്ടുകൾ പോലും നഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം അത്രമാത്രം ആസ്തി കണ്ണായ സ്ഥലത്തുണ്ട്. പക്ഷെ ഈ സാധനം മൊത്തത്തിൽ പ്രൈവറ്റ് മേഖലക്ക് കൊടുത്ത് അന്ന് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുന്നത് ജനദ്രോഹപരമായിട്ടുള്ള നടപടിയാണ്. അതിന് ഇത്തരം ചെറിയ ഈ ആന ചോരുന്നത് കാണാതെ കടുക് ചോരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ അപ്രധാനമായിട്ടുള്ള പാർക്കിംഗ് ഫീസിനകത്ത് ഇങ്ങനെ ചില പൊടിക്കൈയൊക്കെ നടത്തുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒട്ടേറെ തരത്തിൽ പ്രചരണം നടത്തുന്നത് ശരിയായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രവാസിയും അങ്ങനെയൊന്നും വിശ്വസിക്കും എന്നും നമ്മൾ ധരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഒരു പോളിസി എന്നുള്ള നിലക്ക് സ്വകാര്യവൽക്കരണമൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെന്റും ഇപ്പോഴത്തെ ഗവൺമെന്റും ഒക്കെ ശക്തിയായിട്ട് നടക്കുമ്പോൾ ഇനിയും നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന നിലപാട്, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന നിലപാട് ഒക്കെ അവരുടെ സ്വത്ത്, ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന അവരുടെ സ്വത്തിന്റെ താല്പര്യത്തിനെതിരാണ്, അവരുടെ സുരക്ഷയ്ക്കെതിരാണ്. മറ്റൊരു കാര്യം കൂടി, വിദേശത്തേക്കുള്ള ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തിനകത്തൊക്കെ ഇവരുണ്ടാക്കുന്ന ഈ അന്തരീക്ഷമൊന്നും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തിലേക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനകത്താണ് അത് നടക്കുന്നത്. ഒരു എയർപോർട്ട് വിചാരിച്ചാൽ അവിടേക്ക് ഫ്ലൈറ്റ് കൊണ്ടുവരാൻ കഴിയുന്ന അവസ്ഥയൊന്നും ഇന്നില്ല. അന്താരാഷ്ട്ര കരാറുടെ ഭാഗമായിട്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ അമിതമായിട്ട് പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഈ പൊതുസ്വത്ത് ഇതിങ്ങനെ ചുളുവിലക്ക് അദാനിക്കും അംബാനിക്കും പോലെയുള്ള ബഹുരാഷ്ട്ര കുത്തകൾക്ക് കൊടുക്കുന്ന ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് രീതികളുടെ ഒരു തെറ്റായ പ്രയോഗം തന്നെയാണ്. അവർ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഈ തരത്തിലുള്ള ചില മാജിക്കുകളും ഗിമ്മിക്കുകളും ഒക്കെ കാണിക്കും. അതിന് അത്രമാത്രം വില മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളതും, നാളെ ഇതിനേക്കാൾ കൂടുതലായിട്ട് അതൊക്കെ തന്നെ ഒരു ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറും എന്ന ഈ ലാഭത്തിന്റെ വിഹിതം കിട്ടുക, അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും അവരുടെ ഗ്രീഡ് തീരുന്നതല്ല. അപ്പൊ ഈ കോവിഡ് കാലത്ത് പോലും ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ കമ്പനികൾ നമുക്ക് നോക്കൂ.
കോവിഡായിട്ട് ജനങ്ങൾക്ക് ജോലിയില്ലാതെ ആളുകൾ ശ്വാസം കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ മാറുമ്പോൾ പോലും അതിൽ നിന്നൊക്കെ ലാഭമുണ്ടാക്കിയ കമ്പനികളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കമ്പനി ലാഭത്ത് കുറവ് വരുത്തി നിങ്ങൾക്ക് സൗജന്യം ചെയ്തു തരും എന്ന് ആര് പ്രചരണം നടത്തിയാലും അത് വിശ്വസിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട്. ഒരു പ്രവാസി അത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് താൽക്കാലികമായിട്ടുള്ള ഈ പ്രചരണത്തിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, മാധ്യമപ്രവർത്തകൻ ഷക്കീബ് കൊളക്കാടൻ കൂടി എത്തിയിട്ടുണ്ട്. ശ്രീ ഷക്കീബ് കൊളക്കാടൻ, കഴിഞ്ഞ 16-നാണ് അബുദാബിയിലേക്കുള്ള എയർ അറേബ്യ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്കും തിരിച്ചും സർവീസ് ഉണ്ടാകും. തിരുവനന്തപുരത്തേക്ക് 880 ദിർഹം മുതലാണ് നിരക്കുകൾ തുടങ്ങുക. UAE-യിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് കുതിക്കുന്നതിനിടെ ഈ നിരക്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പറക്കാനാവുക പ്രവാസികൾക്ക് ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഈ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തതിനെ കൂടുതൽ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന പദ്ധതികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുന്നു. സ്വാഭാവികമായി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടുതൽ രാജ്യത്ത് നിലനിൽക്കുക, അതിനെ കൂടുതൽ ലാഭകരമായിട്ട് ഗവൺമെന്റ് മേഖലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ലാഭകരമായിട്ട് പ്രവർത്തിപ്പിക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതേസമയം നമ്മള് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ ഒരു ദേശീയ താല്പര്യം നിലനിർത്തിക്കൊണ്ട് നമ്മൾ അതിനു വേണ്ടി വാദിക്കുമ്പോഴും നമ്മുടെ നികുതി പണം വളരെ മോശമായ രീതിയിൽ ഒന്നാമത്തത് അവിടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം നശിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ എയർപോർട്ടുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് എയർപോർട്ട് 5 എയർപോർട്ടാണ് കേരളത്തിൽ ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഉള്ളത്. ഇപ്പോ ഇതിൽ തിരുവനന്തപുരം 4 എണ്ണം, അതില് 2 എണ്ണം PPP-യിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഒന്നും കൂടെ ആഡ് ചെയ്തു. എത്രയോ വർഷങ്ങളായിട്ട് വളരെ ലാഭകരമായിട്ട് വളരെ വിജയകരമായിട്ട് ജനങ്ങൾക്ക് എല്ലാ സർവീസുകളും വളരെ നല്ല രീതിയിൽ നൽകിക്കൊണ്ട് ഇവിടെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ ഇവിടെ 2 എയർപോർട്ടുകൾ വളരെ വിജയകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒന്ന് കൊച്ചിയും അതുപോലെ തന്നെ രണ്ടാമത് പുതുതായിട്ട് വന്ന കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടും. ഈ 2 എയർപോർട്ടുകൾ വന്ന് UDF ഗവൺമെന്റും LDF ഗവൺമെന്റും PPP-യിൽ വളരെ താല്പര്യം എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവര് ആരംഭിച്ച 2 എയർപോർട്ടുകളാണ്. ഇതെല്ലാം സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്രമാത്രം നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് അതിനെ വളരെ നല്ല രീതിയിൽ നല്ല എയർപോർട്ടുകളായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിന് മാതൃക കാണിച്ചിട്ടുള്ള 2 എയർപോർട്ടുകളാണ്. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് അദാനി ഗ്രൂപ്പിന് തിരുവനന്തപുരത്ത് എയർപോർട്ട് കൊടുക്കുന്നത്. ഈ അദാനിയെ പോലുള്ള അദാനിന്റെ ഒരൊറ്റാളെ നമ്മൾ കേന്ദ്രീകരിച്ച് പറയുന്നത്, ഈ അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് പോലെ അതിനേക്കാൾ അതുപോലുള്ള ഒരുപാട് ആളുകൾ ചേർന്നാണ് സിയാല് നടത്തുന്നത്, അതുപോലെ തന്നെ കിയാല് നടത്തുന്നത്, ഈ 2 എയർപോർട്ട് വിമാനത്താവളങ്ങളും നടത്തുന്നത്. അതിനെ ഒരാളും എതിർത്ത് കണ്ടിട്ടില്ല. അത് വളരെ നല്ല രീതിയിൽ നടക്കുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹി വിമാനത്താവളവും അതുപോലെ തന്നെ ബോംബെ വിമാനത്താവളം, ഈ 2 വിമാനത്താവളങ്ങളും മുംബൈയിലെ വിമാനത്താവളമാണെങ്കിലും ഡൽഹിയിലെ വിമാനത്താവളങ്ങളിൽ നമ്മൾ യാത്ര ചെയ്ത വിമാനത്താവളങ്ങളാണ്. പലതവണ യാത്ര ചെയ്തപ്പോഴും അതിന്റെ സൗകര്യങ്ങൾ, അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ വിമാനത്താവളങ്ങളെല്ലാം വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ PPP രീതിയിൽ വർക്ക് ചെയ്യുന്നതോടുകൂടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മള് പ്രത്യേകിച്ച് വിമാനത്താവളങ്ങൾ നമുക്ക് ശരിക്കും പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക്. കോഴിക്കോട് വിമാനത്താവളം അടുത്ത 2023 ഈ PPP-യിലേക്ക് മാറ്റാൻ സാധ്യത ഉണ്ടെന്നൊരു
സംസാരം കേൾക്കുന്നുണ്ട്. അത് ഇത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്തൊക്കെ ആയിരുന്നാലും എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഈ ഒരു അവഗണന നേരിടുന്ന ഈ മലബാറിലെ വലിയ, എനിക്ക് തോന്നുന്നു രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന 10 വിമാനത്താവളങ്ങളിലൊന്നാണ് കോഴിക്കോട് വിമാനത്താവളം. ഈ കോഴിക്കോട് വിമാനത്താവളം ഏറ്റവും അധികം അവഗണന. ഈ ഒരു സ്വകാര്യ വിമാനത്താവളങ്ങൾക്കിടയിൽ കിടന്നിട്ട് ഞെരിപൊരി കൊള്ളുന്ന ഒരു വിമാനത്താവളമാണ് കോഴിക്കോട് വിമാനത്താവളം. ഈ വിമാനത്താവളം എത്രയും പെട്ടെന്ന് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി അത് നല്ല രീതിയിലേക്ക് ഈ PPP മാതൃകയിലേക്ക് മാറ്റണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. അതല്ലെങ്കിൽ ഈ വിമാനത്താവളം ഇവിടെ ഇല്ലാതായി തീരും. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള അവഗണനയാണ് ഈ വിമാനത്താവളം നേരിടുന്നത്. ഇപ്പൊ തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പൊ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തോടുകൂടി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളെല്ലാം ഒരു മത്സര ബുദ്ധിയ ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിയാൽ പോലുള്ള ഒരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോഴിക്കോട് വിമാനത്താവളം വളരെ ലാഭകരമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. അതല്ലെങ്കിൽ ഇത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് 2023 അതിനു മുമ്പ് തന്നെ പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാലിക്കറ്റ് എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് മാറും എന്നത് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം, എന്നാൽ അതേസമയം അവിടെ നടക്കുന്ന ഒരുപാട് ജനങ്ങളെ, യാത്രക്കാരെ കൊള്ള ചെയ്യുന്ന അവസ്ഥ ഈ അടുത്ത ദിവസം പലതവണ നമ്മൾ വാർത്തകളിൽ വായിക്കുകയുണ്ടായി. അവിടെ വിമാനത്താവളത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തിട്ട് സ്വകാര്യ കമ്പനികൾ നടത്തുന്ന അവിടെ പാർക്കിംഗ് ഫീസിന്റെ പേരിലൊക്കെ നടത്തുന്ന കൊള്ളകൾ ഈ കഴിഞ്ഞ ഒക്ടോബറിലും അതുപോലെ തന്നെ ഈ നവംബർ മാസവും ഒക്കെ ആയിട്ട് പലതവണ വാർത്തകളിൽ വന്നു. ജനങ്ങൾ വളരെ രീതിയിൽ പ്രതിഷേധിച്ചു. കാരണം ആദ്യം അവിടെ നമ്മൾ വാഹനമായിട്ട് ആ എയർപോർട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ലോകത്ത് ഒരു വിമാനത്താവളത്തിലും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ 20 രൂപ എല്ലാ വണ്ടികളും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പിന്നെ അത് ജനങ്ങളുടെ പ്രതിഷേധം വന്ന സമയത്ത് അത് മാറ്റി 3 മിനിറ്റ് അവിടെ വണ്ടിയായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റ് മാത്രം സൗജന്യമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഈ 3 മിനിറ്റിനിടയിൽ ആളുകൾ, ഈ സ്വകാര്യ പാർക്കിംഗ് കമ്പനിന്റെ ആളുകൾ വന്നിട്ട് ആളുകളെടുത്തുന്ന 500 രൂപ പിഴ ഈടാക്കുന്ന ഒരു വല്ലാത്തൊരു സ്ഥിതിവിശേഷം നമ്മൾ എയർപോർട്ടിൽ കാണുകയുണ്ടായി. അതിന് സമരം ചെയ്ത് പല കമ്പനികൾ, പല സംഘടനകളും നേരിട്ട് വിമാനത്താവളത്തിലെത്തി പ്രത്യക്ഷമായ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അത് വീണ്ടും 6 മിനിറ്റ് ആക്കി മാറ്റി. എന്നാൽ ഈ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വിമാനത്താവളങ്ങളിൽ ഉണ്ട്. നമ്മളെ വിമാനത്താവളം സ്വകാര്യ പങ്കാളിത്തത്തിലേക്കൊന്നും വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമ്മളെ വിമാനത്താവളത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് സ്വകാര്യ പങ്കാളിത്തത്തിലേക്ക്, ഒരു PPP രീതിയിലേക്ക് ഈ വിമാനത്താവളത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും സ്വകാര്യ പങ്കാളിത്തം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലെല്ലാം ശ്രദ്ധ ചെലുത്തിയിട്ട് വിമാനത്താവളത്തിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് ഇതൊരു കാരണമാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കോഴിക്കോട് വിമാനത്താവളം തിരുവനന്തപുരം മൂലം സ്വകാര്യ പങ്കാളിത്തം മീൻസ് ഈ കിയാലോ സിയാലോ പോലുള്ള അങ്ങനത്തെ ഒരു കമ്പനികൾ ഏറ്റെടുത്തിട്ട്, ഒരു കമ്പനി രൂപീകരിച്ചിട്ട് ഈ നാട്ടിലുള്ള ഈ എയർപോർട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ, പണമുള്ള ഒരുപാട് ആളുകളുണ്ട്. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ഒക്കെ നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഈ വിമാനത്താവളത്തിന് വേണ്ടി അന്ന് മുറവിളി കൂട്ടിയിരുന്ന പ്രവാസികൾക്ക് ഒരു രീതിയിലും ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ സമയത്ത് അന്ന് ഇവിടെ മലബാർ എയർപോർട്ട് ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ എയർപോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി സൊസൈറ്റി രൂപീകരിച്ചിട്ട് ആണ് അന്ന് കോഴിക്കോട് വിമാനത്താവളം ഉണ്ടാക്കാനുള്ള പണം കണ്ടെത്തിയത്. എന്നിട്ട് ആ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പല രീതിയിലുള്ള അപകടം, ഈ അടുത്ത കാലത്ത് റൺവേയുടെ റീകാർപ്പറ്റിങ്ങിന്റെ സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് പല രീതിയിൽ പല ഘട്ടങ്ങളിലായി അവഗണനയുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട ഒരു വിമാനത്താവളമാണ് കോഴിക്കോട്. അത് ഇനിയെങ്കിലും ഇല്ലാതാവണമെങ്കിൽ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം പോലെ ആരുടെയെങ്കിലും ഒക്കെ കൈകളിലേക്ക് അത് മലബാർ മേഖലയിലുള്ള പ്രവാസികളും അതുപോലുള്ള ആളുകൾ, ഇവിടെയുള്ള പൈസക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അവരെ എല്ലാം പങ്കാളിത്തം ഉണ്ടാക്കിക്കൊണ്ട് ഈ സിയാലോ അല്ലെങ്കിൽ കിയാലോ പോലുള്ള ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ട് അവരുടെ കൈകളിലേക്ക് വിമാനത്താവളം എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആ ഒരു രീതിയിലേക്ക് മാറണം.
എന്നുള്ളതാണ് എല്ലാ വിമാനത്താവളങ്ങളും OICC പ്രതിനിധി KTA മുനീർ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇത് ഒരു വലിയ വികസനത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയുന്നത്. നമുക്കറിയാം 2018 മുതൽ അടഞ്ഞു കിടക്കുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ജനുവരിയിൽ പ്രവർത്തിപ്പിക്കാൻ അദാനി ഗ്രൂപ്പ് നീക്കം നടത്തുന്നു. ദുബായ് ആസ്ഥാനമായുള്ള ഫ്ലെമിംഗ് ഗോയുമായി ചേർന്നാണ് ഡ്യൂട്ടി ഫ്രീ തുറക്കുന്നത്. ലോക നിലവാരത്തിൽ ഷോപ്പ് പുതുക്കി പണിയുകയാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിലെ ഷോപ്പിന് പുറമെ വിശാലമായ പുതിയ ഷോപ്പുകളും തുറക്കാൻ ആലോചനയുണ്ട്. തിരുവനന്തപുരം വഴിയുള്ള രാജ്യാന്തര യാത്രക്കാരുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണിത്. വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ ഉള്ള സൗകര്യം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈയൊരു നീക്കത്തെ, കാരണം പ്രവാസികളെ അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്ന ആളുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് ഈ അദാനി ഗ്രൂപ്പ്. പിന്നീട് ഈ വരുന്ന വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു? ആരോടാണ് ചോദ്യം? എന്നോടാണോ? അതെ, OICC പ്രതിനിധി KTA മുനീറിനോടാണ് ചോദ്യം. ഓക്കെ, ഇവിടെ താങ്കൾ ചോദിച്ച ഈ വികസന ഞാൻ നേരത്തെ എൻ്റെ ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് രുചിച്ചു നോക്കുവാനുള്ള സാവകാശം നമുക്ക് കിട്ടണം. പിന്നെ ഇത് സ്വാഭാവികമായും നേരത്തെ മുബാറക് സാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊക്കെ ആത്യന്തികമായി ഇതൊരു ലാഭനഷ്ട ഏർപ്പാടുകളിലൂടെ പോകുന്ന ഒരു സംരംഭമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. എവിടെയാണോ ലാഭം അവിടെ വികസനം കൊണ്ടുവന്ന് അവർ ലാഭമുണ്ടാക്കും എന്നുള്ളതാണ്. അല്ലാതെ ഒരു സേവനം എന്നുള്ളത് ഇതിലെവിടെയും കാണുവാൻ സാധിക്കുകയില്ല. നേരത്തെ ഇവിടെ നമ്മുടെ വിമാനത്താവളത്തിന് ഇതുവരെ യൂസേജ് ഫീ എന്ന് പറയുന്നത് വളരെ കേട്ടുകേൾവിയില്ലാത്ത ഒന്നായിരുന്നുവെങ്കിൽ ഇനി അതൊരു വലിയ രീതിയിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം തിരുവനന്തപുരം നമ്മുടെ സ്വകാര്യവൽക്കരിച്ച ഇപ്പോൾ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന സിയാലിന് പോലും 500 രൂപയും ഒക്കെ അവിടെ, അതല്ലെങ്കിൽ മുംബൈയും 1000 രൂപയൊക്കെ നമ്മൾ ഈ എയർപോർട്ട് ഫീ ആയിട്ട്, യൂസേജ് ഫീ ആയി കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ആ യൂസേജ് ഫീയുടെ ഒരു വിഹിതം മാത്രമാണ് ഈ വിമാന അതോറിറ്റിക്ക് നൽകേണ്ടത്. എന്നിട്ട് ആ വിമാന കമ്പനി അതോറിറ്റി അവിടെ, അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അവിടെ മറ്റുള്ള എല്ലാ ഭൗതികമായ, പ്രത്യേകിച്ചും ഈ സ്ഥലം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത് നൽകിയ സ്ഥലമാണ്. 600 ചില്ലാനം ഏക്കറയോളം സ്ഥലം സംസ്ഥാനം നൽകിയ സ്ഥലമാണ് വിമാനത്താവളത്തിൽ. പക്ഷെ അതൊക്കെ ഒരു വിമാന കമ്പനിക്ക് ഇപ്പോൾ ഒരു കമ്പനിയിലേക്ക് 50 കൊല്ലത്തേക്ക് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ വളരെ കുറ്റകരമായ ഒരു അനാസ്ഥ, നേരത്തെ അൽവിൻ ജോസഫ് സൂചിപ്പിച്ചതുപോലെ, ഒരുപക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് ഇതിന് കൃത്യമായ ഒരു പരിചയമുണ്ടായിരുന്നു. ലോകത്തിന് തന്നെ മാതൃകാപരമായ ഒരു PPP മോഡൽ അവതരിപ്പിച്ച പ്രദേശമാണ് കേരളം. ബഹുമാനനായ ശ്രീ K. കരുണാകരൻ ഇവിടെ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സിയാൽ മാതൃക കൊണ്ടുവന്നപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. എന്റെ നെഞ്ചത്തിലൂടെയായിരിക്കും വിമാനമിറക്കുക എന്നൊക്കെ മന്ത്രിയായിരുന്ന ആളുകളൊക്കെ പിന്നീട് ഈ വിമാനത്താവളത്തിന്റെ ചെയർമാനായി വന്ന ആളുകൾ പോലും അന്ന് പറയുകയുണ്ടായി എന്നുള്ളത് നമ്മളൊക്കെ കാണേണ്ട വസ്തുതയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവ സമ്പത്തുള്ള ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലുള്ള വിമാനത്താവളം, ആ വിമാനത്താവളത്തിലേക്ക് പ്രത്യേകിച്ചും 10% കുറവോടുകൂടി കോട്ട് ചെയ്താൽ ഒരു സംസ്ഥാന സർക്കാരിന് ലഭിക്കുമെന്നിരിക്കെ മറ്റുള്ള വിമാനത്താവളങ്ങളിൽ കൊടുത്തിട്ടുള്ള കോട്ടുകളുടെ വിശദാംശങ്ങൾ അറിവുള്ളതായിരിക്കെ ഇതിനെയൊക്കെ തന്നെ വിസ്മരിച്ചുകൊണ്ട് ഈ അദാനിക്ക് തീരെഴുതി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുവാനുള്ള സാഹചര്യം. എന്നിട്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി കേസ് നൽകിയിരിക്കുകയാണ്. ഈ കേസ് ഒരു സംസ്ഥാന നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ, നമ്മുടെ സർക്കാരിന്റെ ഒരു സംവിധാനത്തിൽ നയപരമായ തീരുമാനങ്ങളിൽ ഇടപെടുവാൻ ഈ കോടതികൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളൊക്കെ അറിയാവുന്ന ആളുകൾ ജനങ്ങളെ ഒന്ന് കണ്ണിൽ പൊടിയിട്ട്
വഞ്ചിതരാക്കുക എന്ന ഉദ്ദേശത്തിലുള്ള ഒരു കേസ് മാത്രമാണ് നടന്നത്. ഇനി നമ്മൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ശരിയാവണ്ണം ഈ സ്വകാര്യ ഏജൻസിയെ എങ്ങനെ പ്രവർത്തിപ്പിക്കാം, അതിലൂടെ ഈ പ്രദേശത്തിന്റെയും ജനങ്ങളുടെയും അഭിലാഷങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ നിവർത്തിച്ചെടുക്കാം എന്നുള്ളതിലേക്ക് കുറച്ചുകൂടി ക്രിയാത്മകമായി പോകുന്ന ഒരു സമീപനമായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വകാര്യവൽക്കരണത്തെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ നിലപാടുകളിലൂടെ, വ്യക്തമായ ഇടപെടലുകളിലൂടെ ഈ വിമാന കമ്പനിയെ ശരിയാവണ്ണം ഒരു പൊതുമേഖല സംരംഭം കണക്കെ കൊണ്ടുപോകുന്നതിനുള്ള വ്യവസ്ഥാപിതമായ സമീപനങ്ങൾ സ്വീകരിക്കുകയാണ് ഇനി കൂടുതൽ അഭികാമ്യമായി തോന്നുക എന്നുള്ളതാണ്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ച ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിമാനത്താവളത്തിലെ പ്രത്യേകിച്ചും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പാർക്കിംഗ് ഫീയിൽ ഈ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളിലും കൊണ്ടുവന്ന നിർദ്ദേശത്തിന്റെ ഭാഗമാണ്. അത് ഒരു സംസ്ഥാനത്തെ അതല്ലെങ്കിൽ ഒരു വിമാനത്താവളത്തിലെ ഒരു പ്രത്യേകമായി വന്ന കാര്യമല്ല. അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ 3 മിനിറ്റ് എന്ന ഒരു വാള് അവിടുത്തെ ആളുകൾക്ക് വെച്ചിരിക്കുന്നത്. 3 മിനിറ്റ് കൊണ്ട് ഈ എൻട്രി പോയിന്റിൽ നിന്നും വിമാനത്തിന്റെ ടെർമിനലിൽ എത്തുവാൻ സാധിക്കുകയില്ല. അവിടേക്ക് എത്തുന്നതിന് മുമ്പേ ആ സമയപരിധി കഴിയും. ആ സമയപരിധി കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഏജൻസിക്ക് 500 രൂപ പിഴ ഈടാക്കുവാനുള്ള സമീപനമുണ്ട്. അവിടെയൊക്കെ ഇടപെടൽ നടത്തേണ്ട സംസ്ഥാന സർക്കാർ, പോലീസിനെ കൊണ്ട് ട്രാഫിക് നിയന്ത്രണം നടത്തേണ്ട സംസ്ഥാന സർക്കാർ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട സംസ്ഥാന സർക്കാർ നോക്കുകുത്തികളായി നിൽക്കുന്നു എന്ന ദുഃഖകരമായ സത്യവും കൂടി വ്യക്തമാണ്. ശ്രീ ആൽബിൻ ജോസഫ്, എങ്ങനെ താങ്കളുടെ നിരീക്ഷണം എങ്ങനെ? ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തത്വത്തില് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിനോട് ഞാൻ എതിർക്കുന്നില്ല. നമ്മളിവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 2 മോഡലുകൾ, PPP മോഡലുകൾ എന്ന് പറഞ്ഞത്, ഒന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടും 2 കണ്ണൂരും, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത മോഡലാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത്. തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണ്. ഇതും കോഴിക്കോട്. നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്താണ്? ഒന്ന്, കേന്ദ്ര സർക്കാർ തത്വത്തിൽ ഒരു തീരുമാനമെടുത്തത് പ്രൈവറ്റൈസ് ചെയ്യണം. അതിൽ കേന്ദ്ര സർക്കാരിന് അതിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. ഞാൻ ഈ 6 ലക്ഷം കോടി എല്ലാ പബ്ലിക് അസറ്റും പ്രൈവറ്റൈസ് ചെയ്ത് ഈ നേരത്തെ പറഞ്ഞ നാഷണൽ മോണിറ്ററി പൈപ്പ് ലൈൻ എല്ലാം കൂടെ പ്രൈവറ്റൈസ് ചെയ്ത് വരുന്നതിനകത്ത് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. ലോസ് മേക്കിംഗ് യൂണിറ്റ്സ് പ്രൈവറ്റൈസ് ചെയ്യണമെന്നുള്ളതിനകത്ത് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നു. അത് പ്രൈവറ്റൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഓപ്ഷൻസ്? ഒന്നെങ്കിൽ അത് PPP മോഡലിലേക്ക് കൊണ്ടുപോവാം. അതൊരു ഐഡിയൽ മോഡലാണ്. കേന്ദ്ര സർക്കാർ, നമ്മുടെ സംസ്ഥാന സർക്കാർ നല്ല സ്വതന്ത്രത്തോടുകൂടിയാണ് പറഞ്ഞത് ഇത് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കോളാം. അതിൽ ഞാൻ ഉദ്ദേശശുദ്ധി ഉണ്ടെന്ന് അതിൽ സംശയം പ്രകടിപ്പിക്കുന്നില്ല. ഞാൻ തുടക്കത്തിലെടുത്ത് പറഞ്ഞായിരുന്നു, ഈ 5 എയർപോർട്ടിലും കോട്ട് ചെയ്തത് ബാക്കിയുള്ള ബിഡിനേക്കാളും ഇരട്ടിയായിരുന്നു. അതിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിന്റെ ഉള്ള ആ ഒരു ഗ്യാപ്പ് കുറച്ചെങ്കിലും കുറഞ്ഞത് 19.6 കുറവ് വന്നേക്കുന്ന ഹയസ്റ്റ് ബിഡ് നമ്മുടെ ഇതുമായിട്ടുള്ള ഇതിൽ വന്നു. ബാക്കി എല്ലായിടത്തും അത് കാരണം അവരത് ഒരു ഹൈ എൻഡ് ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അതൊരു പ്യോർലി ബിസിനസ് ഇന്റൻഷ്യൽ ഡിസിഷൻ ആയിരുന്നു. ഇതൊരു ഹൈ കോർട്ട് കൊടുത്ത് ഈ എയർപോർട്ടുകളെല്ലാം കയ്യിലാക്കണമെന്നുള്ളത്. അത് ആയിക്കഴിഞ്ഞു. ഇനി എന്താണ്, നമുക്ക് എന്തെങ്കിലും വിധത്തിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അത് സമയം മാത്രമേ അതിന് ഇതായിട്ട് കാണാൻ തെളിയിക്കത്തുള്ളൂ. അത് പറ്റുമില്ല എന്നുള്ളത്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പോവാം? നമുക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ വേണം. കേന്ദ്ര സർക്കാരിന് അതിനുള്ള പൈസ ഇല്ല. AIയുടെ കീഴിലുള്ള എയർപോർട്ടുകളെ മോഡേണൈസ് ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പൈസ ഇല്ല. കേന്ദ്ര സർക്കാർ വീണ്ടും അത് ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫിസിക്കൽ ബഡ്ജറ്റിന്റെ പുറത്ത് വീണ്ടും ബാധ്യതയാവും. നമ്മുടെ മറ്റുള്ള അടിസ്ഥാന സൗകര്യവും സോഷ്യൽ വെൽഫെയർ സ്കീംസിനും ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ തന്നെ പ്രതിസന്ധികളാണ്. അന്നേരം ചോദിക്കും, നമുക്ക് കേരള സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? കേരള സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റും. കാരണം സിയാൽ പോലൊരു കമ്പനി അത്തരത്തിൽ KSEDC ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിക്ക് ഇതിന്റെ റിസോഴ്സ് വെച്ചുകൊണ്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റും. കാര്യം ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. പക്ഷെ ഇപ്പൊ അതിന് സാധ്യത ഇല്ലാത്തപ്പോഴത്തേക്ക് പിന്നെ അതിന് കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം നമ്മുടെ ഇപ്പോഴും വളരെ പരിമിതമായ ചെറിയൊരു വട്ടത്തിൽ നിന്ന് മാത്രമാണ് ഇതിനെ പരിശോധിക്കുന്നത്. കാരണം സർക്കാരിന്റെ നിയന്ത്രണമുള്ള, സർക്കാർ കുറച്ച്
സ്വകാര്യ നിക്ഷേപം കൂടി ആകർഷിച്ചുകൊണ്ട് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന യഥാർത്ഥ PPP-യുടെ മോഡലും കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഈ മോഡലിനും ഒരേ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ഒരു തകരാറുള്ളത്. വാസ്തവത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതും നമ്മൾ പല പ്രാവശ്യം നിയന്ത്രിക്കണം. ഇപ്പൊ സിയാലാണെങ്കിലും കിയാലാണെങ്കിലും അതിൽ നിർണായകമായ ഒരു സ്വാധീനം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നിയന്ത്രണ സ്വാധീന അധികാരം അതിനകത്തുണ്ട്. പക്ഷെ മറ്റേ മോഡലില് അതില്ല. അവിടെ എല്ലാ തരത്തിലും അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാരിന് പണമില്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് പണമുണ്ട്. ആ പണം വേണ്ടത്ര പിടിച്ചെടുക്കാത്ത, അത് വിട്ടുകൊടുക്കുന്ന കോർപ്പറേറ്റ് ടാക്സ് ലോകത്തെ ഏത് രാജ്യങ്ങളുമായി എടുത്ത് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ വികസിത രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങളോ നമ്മൾ മോഡലാക്കി വെക്കുന്ന എല്ലാ രാജ്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവരുടെ കോർപ്പറേറ്റ് ലാഭത്തിന്റെ വിഹിതം ഇൻകം ടാക്സിന്റെയും കോർപ്പറേറ്റ് ടാക്സിലെയും ഏറ്റവും കുറച്ച് വെച്ചിട്ടുള്ള രാജ്യമായിട്ട് ഇന്ത്യ രാജ്യം നിൽക്കുക. ഈ കഴിഞ്ഞ കാലത്ത് പോലും എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപ ഈ തരത്തിലേക്ക് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്ന, സർക്കാരിന്റെ വികസനത്തിന് വേണ്ടി ലഭ്യമാകുമായിരുന്ന നേരിട്ടുള്ള ഡയറക്റ്റ് ടാക്സ് ഒഴിവാക്കുകയും ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഈ വാറ്റാണെങ്കിലും അതേപോലെ തന്നെ പെട്രോളിന്റെ മുകളിലാണെങ്കിലും സെസ് ആയിട്ടും ഒക്കെ നേരിട്ട് ജനങ്ങളിൽ നിന്ന് ആകെ പിരിച്ചെടുക്കുന്ന ടാക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാമ്പത്തിക നയമാണ് പ്രശ്നം. ആ നയം അവിടെ തൊടാതെ വെക്കുകയും വിമർശിക്കാതെ വെക്കുകയും എന്നിട്ട് സർക്കാരിന് ഇതൊന്നും നോക്കാൻ സംവിധാനമില്ല, പണമില്ല എന്ന് പറഞ്ഞ ഒരു അവതരണം വാസ്തവത്തിൽ വളരെ തെറ്റായ ഒരു അവതരണം. കാരണം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം റോക്കറ്റ് നമ്മൾ എടുത്തു നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏത് മേഖല, ശാസ്ത്രത്തിന്റെ മേഖല എടുത്ത് നോക്കുക, ആറ്റം ബോംബ് പൊട്ടിച്ച സ്ഥലത്ത് നോക്കുക, നമ്മൾ ക്വാളിറ്റിയോടുകൂടി ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ഈ വലിയ അണക്കെട്ടുകൾ, നമ്മുടെ ആണവോർജം, നമ്മുടെ ഇലക്ട്രിസിറ്റി, നമ്മുടെ റെയിൽവേ, നമ്മൾ വികസിപ്പിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചതാണ്. ഇന്നും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഹൈ ക്വാളിറ്റിയിൽ അതൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ പോലീസ് ആണെങ്കിൽ, പട്ടാളമാണെങ്കിൽ, നമ്മുടെ എക്സൈസ് ആണെങ്കിൽ, ഏത് സംവിധാനങ്ങളും പൊതുമേഖലയിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ സർവ് ചെയ്യാൻ കഴിയും. പക്ഷെ ബോധപൂർവം അതിൽ ചിലത് ഇത് പുറത്തേക്ക് കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇതിനകത്ത് തന്നെ ആളുകൾ അതിനുവേണ്ടി പണിയെടുത്താൽ സ്വാഭാവികമായിട്ടും അതിന്റെ ക്വാളിറ്റി ഒക്കെ മോശമാവും, തകരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ നമുക്ക് കോടതി വേണമെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടൂടെ, കോടതിയെ പ്രൈവറ്റൈസ് ചെയ്യാം, പോലീസ് സ്റ്റേഷൻ പ്രൈവറ്റൈസ് ചെയ്യാം, ഇതേപോലെയുള്ള ന്യായങ്ങളൊക്കെ തീർച്ചയായും മാധ്യമപ്രവർത്തകൻ ഷക്കീബ് കൊളക്കാടൻ, നമുക്ക് ഇത്തരത്തിൽ ഒരു വികസനവുമായി മുന്നോട്ട് പോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ ചുരുക്കി. നമുക്ക് ശ്രദ്ധിക്കാൻ, ഇപ്പോ മുബാറക് സാനി ഇവിടെ സൂചിപ്പിച്ച അതേ രീതിയിൽ നമ്മളെ PPP മാതൃകയാണെങ്കിൽ അത് ആയിരിക്കണം, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം തീർച്ചയായിട്ടും. അതല്ലാതെ നമ്മൾ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് സമ്പൂർണമായിട്ടും സ്വകാര്യവൽക്കരിക്കപ്പെടും. ജനങ്ങളുടെ പങ്കാളിത്തം വേണം, അതുപോലെ തന്നെ സർക്കാരിന്റെ മേൽനോട്ടവും വേണം. ഈ ഒരു രീതിയിൽ നമുക്ക് രണ്ട് മാതൃകകൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, മുനീറും അതുപോലെ തന്നെ ആൽബിനോ എല്ലാം സൂചിപ്പിച്ചതുപോലെ, ഇവിടെ നമുക്ക് രണ്ട് മാതൃകകൾ വിജയകരമായിട്ട് കേരളത്തിൽ തന്നെ പൂർത്തീകരിച്ചത് നമുക്കറിയാം. ഈ രണ്ട് മാതൃകകൾ നമ്മളെ മുന്നിലുള്ളപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് തിരുവനന്തപുരം എയർപോർട്ടിനെ അതുപോലെ കോഴിക്കോടിനെ ഒക്കെ മാറ്റിയെടുക്കാമായിരുന്നു. ഇതിപ്പോ നമുക്ക് ബെടക്കാക്കി തനിക്കാക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മൾ ഇത്തരം എയർപോർട്ടുകൾ, ഇപ്പോ പൊതുമേഖലയിലുള്ള വിമാനത്താവളങ്ങൾ തീർത്തും മോശമായി ചിത്രീകരിക്കപ്പെട്ടിട്ട് അത് തീർച്ചയായും സ്വകാര്യവൽക്കരിച്ചാലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ പലർക്കും പങ്കുണ്ട്. ആ ഒരു രീതിയിൽ പോകാതെ തീർച്ചയായിട്ടും സ്വകാര്യവൽക്കരിക്കുകയാണെങ്കിൽ അതിൽ ജനങ്ങൾക്കും അതുപോലെ തന്നെ ആ ഭാഗത്ത് പ്രദേശത്തുള്ള ആ എയർപോർട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾക്കുള്ള പങ്കാളിത്തവും സർക്കാരിന്റെ മേൽനോട്ടവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ വിജയകരമായ ഒരു മാതൃകയായി വലിയ വിജയകരമായി തീരേണ്ടതുണ്ട്. റൺവേ അടക്കം വിമാനത്താവള വികസനം, കൂടുതൽ സർവീസുകൾ, നിരക്കുകളിലെ കുറവ് എന്നിവയൊക്കെയാണ് വരും വർഷങ്ങളിൽ ഉറ്റുനോക്കുന്നത്. 3 വർഷത്തേക്ക് എയർപോർട്ട് അതോറിറ്റി ജീവനക്കാർ അദാനി ഗ്രൂപ്പുമായി ചേർന്ന് തന്നെ പ്രവർത്തിക്കും. പാർക്കിംഗ് പിഴ ഈടാക്കി കരിപ്പൂർ, പാർക്കിംഗ് ഫീസ് ഇളവുകൾ വർദ്ധിപ്പിച്ച് തിരുവനന്തപുരം, എയർപോർട്ട് ഭരണം സ്വകാര്യവൽക്കരിച്ചത് ഗുണകരമോ എന്ന വിഷയത്തിൽ സൗദിയിൽ നിന്നുള്ളവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ചയെ വളരെ ഗൗരവതരമാക്കി മാറ്റിയതുവരാണ്.
ലോക കേരള സഭ അംഗങ്ങളായ ആൽബിൻ ജോസഫ്, മുബാറക് സാനി, OICC പ്രതിനിധി KTA മുനീർ, മാധ്യമപ്രവർത്തകൻ ഷക്കീബ് കൊളക്കാടൻ എന്നിവരാണ്. എല്ലാവർക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നമസ്തേ.